USD ARS ഉള്ളത് 17 59 ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലേ. ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു താഴോട്ടൊരു എൻട്രി കൊടുക്കാം. ഓക്കെ, താഴോട്ട് എൻട്രിയാണ്. ഡൗൺ ഉണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ലോസായി നമുക്കൊരു 1 സ്റ്റെപ്പ് MT ഇടാം. മാർക്കറ്റ് ചിലപ്പോൾ ഇവിടം വരെ ഒന്ന് പോവും. ഇവിടം വരെ പോയിട്ട് വേണം ഇത് ഇങ്ങോട്ട് വരാൻ ചിലപ്പോൾ. ഓക്കെ, സോ മാർക്കറ്റിൻ്റെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ. നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ കയ്യിൽ കറക്റ്റായിട്ട് വെക്കുക. എൻട്രി കുറച്ച് മേലെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ എൻട്രി കൊടുത്തു. അപ്പോഴത്തേക്കും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ കാരണം ക്യാൻഡിൽ പെട്ടെന്ന് ഫോമായി, മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നോക്കാം. അവസാനമാണെങ്കിൽ MT കൊടുക്കേണ്ടി വരും. MT കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് ഡൗണിലേക്ക് തന്നെ വരും. കാരണം ആ റെസിസ്റ്റൻസിനെ ഇപ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ഡൗണിലേക്ക് വന്ന് ഒരു ക്യാൻഡിൽ തന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്ക് കുറച്ച് പൈസ തന്നിട്ട് വേണം പിന്നെ അതിന് തോന്നിയ വഴിക്ക് പോയിക്കോട്ടെ, നമ്മൾക്ക് കുറച്ച് പ്രോഫിറ്റ് തന്നേരും. പക്ഷെ ഫ്ലക്ച്വേഷൻ ഉണ്ട് കേട്ടോ, നല്ല ഫ്ലക്ച്വേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആ മാർക്കറ്റ് ഇങ്ങനെ കിടന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. കണ്ടോ, ഫ്ലക്ച്വേഷൻ ഉണ്ട്. ലാസ്റ്റ് സെക്കൻഡിലൊക്കെ വരിക എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേഷൻ ഉണ്ട്. നോക്കാം. കാണാം, ഞാൻ പറഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ. ആ ഒരു എന്താ പറയുക, ഇത് പറയാ അത് ഇറക്കാണ്ട് തരണം. അല്ലെങ്കിൽ അത് റെസിസ്റ്റൻസ് ഏരിയ ആണത്. പിന്നെ ആയിരിക്കും എല്ലാവരും, അല്ലാതെ ഇത്രയും വലിയ ക്യാൻഡിൽ ലോസ് ആവാനൊന്നും ഒരു ചാൻസും ഇല്ല. പിന്നാണ് അതെ. ഇനി നമുക്ക് ഈ ക്യാൻഡിൽ വേണ്ട, ഈ പെയർ വേണ്ട. ഏത് പെയറിൽ വേണം? USD GP. നമ്മുടെ ഇതുണ്ടല്ലോ USD INR, അതിൽ നോക്കട്ടെ. നമ്മുടെ ഇന്ത്യൻ മണിയിൽ നോക്കാം. ഓക്കെ, ഇന്ത്യൻ മണിയിൽ എങ്ങോട്ട് ട്രേഡ് എടുക്കണം? താഴോട്ട് ഡൗണിലേക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, നോട്ടെ, സ്ട്രക്ചർ നോക്കട്ടെ. ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുത്ത് നോക്കാം. അപ്പോൾ ഇന്ത്യൻ മണി INR കൊടുക്കുന്നതിന് മുമ്പ് ചിലവർക്കുണ്ടല്ലോ ഈ ഒരു സംഗതി മറന്നു പോകും. ഓക്കെ, ലോസ് ആവുകയാണെങ്കിൽ 1 സ്റ്റെപ്പ് മാർട്ടിങ്ങിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യം മറന്നു പോകും. അപ്പോൾ കിടക്കട്ടെ ഇത്. ഓക്കെ, എന്നിട്ട് നമുക്കിത് കോപ്പി ചെയ്തിട്ട് USD INR. ഇനി USD INRൽ ഇങ്ങനെയാണ് ഇപ്പോൾ കണ്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു ആദ്യം ഒരു ചാർട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ആ ചാർട്ടിൽ എന്ത് ചെയ്യുക, നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ആ ചാർട്ടിൽ ഓപ്പർച്യൂണിറ്റി നേരത്തെ എന്താ ഡിസൈഡ് ചെയ്തേക്കണേ, ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുക്കുന്നതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ ഡൗണിലേക്ക് മാർക്കറ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും തരില്ല, ചിലപ്പോൾ അപ്പിലേക്ക് പോകും.
പക്ഷേ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ഡൗണിലേക്ക് ഉണ്ടോ വന്നു ഈ ഒരു ഹൈയിലേക്ക് പോയില്ല. ഓക്കെ, അപ്പോൾ ഡൗൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. വരട്ടെ, സമയം വരട്ടെ. $25 തന്നെ ഡൗണിലേക്ക്. ശരിക്കും ഇവിടം വരെയൊക്കെ ക്യാൻഡിലൊന്ന് വരികയാണെങ്കിൽ നമുക്ക് ഡൗണിലേക്ക് ഒന്ന് വിശ്വസിച്ചെടുക്കാമായിരുന്നു. അല്ലേ? 20 റെസിസ്റ്റൻസ് ഫീൽ ചെയ്തു. ഇന്ത്യൻ കറൻസി ആണ്, ട്രെൻഡ് ലൈൻ ഇതിലെയാണ് പോകുന്നത്. ഓക്കെ, നമ്മളൊരു ചാർട്ട് നോക്കുമ്പോൾ പല സ്ട്രാറ്റജികളും നമ്മൾ നമ്മൾ ആലോചിക്കണം. ട്രെൻഡ് ലൈൻ നോക്കേണ്ടി വരും, സപ്പോർട്ട് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമുക്കത് ഡൗണിലേക്ക് എടുക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് എന്താ പറയുക, ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാം. ട്രേഡ് എടുത്ത ഒറ്റ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ വിന്നാവും, അല്ലെങ്കിൽ ലോസാവും. ലോസായാൽ MTG എടുക്കുക, അല്ലേ? അത് ലോസാവുകയാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അടുത്ത സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ഈ തല പിടിച്ചും ആലോചിച്ചും ഇതാക്കിയും ഒന്നുമില്ല. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഈ മറ്റേ ഇങ്ങനെ കുറഞ്ഞ പ്രോഫിറ്റ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇതിറക്കുന്നില്ല. 70 രൂപയ്ക്ക് മാത്രം ട്രേഡ് എടുത്ത് എന്തെങ്കിലും പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറുമോ? എന്തെങ്കിലും കയ്യിൽ ക്യാഷ് ഉണ്ടാവുമോ? നല്ലൊരു ക്യാഷ് കയ്യിൽ വരുമോ? ആ 70 രൂപ എന്നുള്ളത് 700 രൂപയോ 7000 രൂപ വെച്ചിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു 1000 രൂപ വെച്ചൊരു ട്രേഡ് എടുക്കുമ്പോഴല്ലേ ഒരു 1-2 ട്രേഡിൽ നമുക്ക് ഒരു അത്യാവശ്യം ഒരു ഇത് കിട്ടുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ MTG എടുക്കേണ്ട ഇത് വന്നു. MTG എന്തായാലും ഉണ്ടാവും, ഇറക്കാനിൽ വരും. ഓക്കെ, ഇറക്കാനിൽ വരും. അത് നമ്മളത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഓക്കെ, വരും. ചില ലോസ് വരും. ആ ലോസ് നമ്മൾ റിക്കവർ ചെയ്യും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തേതിൽ നമ്മൾ സിഗ്നൽ വന്നു, ആ സിഗ്നലിൽ ലോസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ നിങ്ങൾ ചെയ്യുക? ഫസ്റ്റ് അപ്പോൾ MTG അല്ലേ? ഇനി ആ MTG ലോസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? നെക്സ്റ്റ് സിഗ്നലിൽ നോക്കും. അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നില്ലേ? ഇതാണ് ഞാൻ ഇന്ത്യൻ കറൻസികളിൽ ട്രേഡ് എടുക്കാൻ പോകുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. നമുക്ക് എന്നാലും ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ റെസിസ്റ്റൻസ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇവിടെയാണ് അത് വരിക. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നോക്കാം. അത്രയും കയറിപ്പോയി. അപ്പോൾ നമുക്ക് ഇത് ലോസ് വേണ്ട, ക്യാപിറ്റൽ ലോസ്. ഓക്കെ, അങ്ങനെ ലോസിനെ അംഗീകരിച്ചു. വേണമെങ്കിൽ നമുക്കൊന്നും കൂടി അഗെയിൻ ഡൗൺ കുറഞ്ഞ് കൊടുക്കാം. വേണ്ട, നമ്മൾ ലോസിനെ അംഗീകരിച്ചു. ഇനി ARS നോക്കിയാലോ? നമ്മുടെ ARS വേണ്ട, പാകിസ്ഥാനോ PKR വേണ്ട. NGN ഒരുപാട് വിക്ക് കൂടുതലാണല്ലോ, വിക്കുകൾ കൂടുതൽ. ഓക്കെ, NGN നോക്കാം. NGN നല്ലൊരു ബൈയിങ് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഒരു ഒരു ബൈയിങ്ങിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്.
നമുക്ക് നോക്കാം. NGN നോക്കാം. ഇവിടെ നമുക്ക് അപ്പ് കൊടുക്കാം. ബൈയിങ്ങിൻ്റെ ഇത് ക്യാൻഡിൽ കണ്ടിട്ട് നിങ്ങൾ ഡൗണിലേക്കാണെന്നുള്ള വിചാരിക്കണ്ട കേട്ടോ. ഇതാണ് ട്രാപ്പ് എന്ന് പറയുക. നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രയും മറ്റേ ട്രേഡ് എടുക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. ഓക്കെ, ഒന്നുമില്ല. അത് 100% കൺഫർമേഷനുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവിടെ വർക്ക് ഔട്ട് ചെയ്യുന്നത്. 100% കൺഫർമേഷനുള്ള ഒരു ക്യാൻഡിലും കൂടെ അവിടെ ഫോം ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിന് പ്രശ്നമില്ല. അപ്പോൾ ഈ സ്ട്രാറ്റജിയൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടിരുന്നിട്ടുണ്ട്. ആ സ്ട്രാറ്റജി കണ്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുത്തോ, ഇതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ, ഡെമോ കോളിൽ പ്രാക്ടീസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പുറകെ ഒരുപാട് പ്രാവശ്യം നടക്കുന്നുമുണ്ട് ഞാൻ, അല്ലേ? പ്രാക്ടീസ് ചെയ്യൂ. എൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോയിൽ കാണുന്നത് എന്താ? പ്രാക്ടീസ് ചെയ്യൂ എന്നുള്ളതായിരിക്കും എൻ്റെ സംസാരം. ഇപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അയച്ചു കൊടുത്തു. ഇനി വിന്നെന്ന് പറഞ്ഞ് കൊടുക്കാം. ഇതുണ്ടോ? ഇപ്പം എന്തായി? ലോസ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുന്നവർ വെറും കള്ളത്തരം പറയാന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? ലോസ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുന്ന ആകെ ഈ ലോകത്തൊരാക്കേ ഉള്ളൂ, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ വേറെ ഒരാളും എന്തൊക്കെ ചെയ്തോട്ടെ ലോസ് ഉണ്ടാവും. പക്ഷേ ആ ലോസിനെ റിക്കവർ ചെയ്യാം, അതിന് ഒരുപാട് പേർക്ക് പറ്റും. ഓക്കെ, അതേപോലെ നമ്മുടെ അൾട്രാ ഗ്രൂപ്പ്, നമ്മുടെ മായാവി ട്രേഡിങ്ങിനും പറ്റും. അത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. ഇതാണ് നമ്മുടെ VIP ചാനൽ. ഇതുണ്ടോ? ഇതാണ് VIP ചാനൽ. ഇങ്ങനെയാണ് സിഗ്നൽ കൊടുക്കുന്നത്. ഒരു ഒളിയും മറയും ഒന്നുമില്ല. ടൈം നോക്കിക്കോ, 20:12. 20:12 എന്ന് പറഞ്ഞാൽ 8:12. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരു ഒളിയും മറയില്ലാതെ നമ്മൾ കൊടുക്കണം. നമുക്ക് INR തന്നെ നോക്കാം. ഇവിടെ റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ട്. ഞാൻ ഒരു റെക്റ്റാങ്കിളൊന്നും വെച്ച് വരയ്ക്കുന്നില്ല. അത് കാരണം കുറച്ചങ്ങോട്ട് നമുക്ക് ഇത് പ്രാക്ടീസ് ആകുമ്പോൾ, നമ്മൾ വലിയൊരു പ്രാക്ടീസ് ചെയ്തിട്ട് വലിയ ട്രേഡിങ്ങിൻ്റെ അവസാനം വാക്കുന്നൊന്നുമല്ല പറയണത്. നമുക്കത് മനസ്സിലാവുന്നുണ്ടോ? എവിടെയാണ് റെസിസ്റ്റൻസ് ഏരിയ, ഏതാണ്. അപ്പോൾ നമ്മൾ വെറുതെ റെക്റ്റാങ്കിളൊന്നും കൊണ്ടുപോയിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പിന്നെ സപ്പോർട്ട് എവിടെ, ട്രെൻഡ് ലൈൻ എങ്ങനെയാണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ ഇവിടെ പോകുന്നുണ്ട്, ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു, ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നു. മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഇവിടെ ഒരു പോൾ ആൻഡ് ഫ്ലാഗ് ഇതുണ്ടോ? ഫ്ലാഗ് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് പോകുന്നു. ഇതൊക്കെ നമുക്ക് ഇവിടെ ഒരു M പാറ്റേൺ ഉണ്ടായിരുന്നു. ഇവിടെ W പാറ്റേൺ ആയിരുന്നു. W പാറ്റേൺ അത് ഫെയിലായി പോയിട്ട് താഴോട്ട് തന്നെ വന്നു. മനസ്സിലാവുന്നില്ലേ? ഇവിടെ ഷോൾഡറിൻ്റെ ഓക്കെ, ഇതൊക്കെയാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ വരുന്നു. ഉണ്ടോ? ഇതൊക്കെയെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പഠിക്കുക. ആ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് നോക്കി പഠിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, VIP ചാനലും കൂടെ കയറണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് മെസ്സേജ് ചെയ്യുക. എനിക്ക് ആ ID എനിക്കെടുത്ത് മെസ്സേജ് ചെയ്യുക. ഇതൊക്കെയുള്ളൂ കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്.
ഇനി പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വോയിസ് റെക്കോർഡ് എനിക്ക് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ എന്താവും, ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച്, കാരണം ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നതല്ലേ, അവർക്കൊക്കെ റിപ്ലൈ കൊടുത്ത് നിങ്ങളെപ്പോലുള്ളവരൊക്കെ റിപ്ലൈ വരുന്നതല്ലേ, അപ്പോൾ റിപ്ലൈ ഒക്കെ കൊടുത്ത് എന്താ പറയുക, എൻ്റെ സമയം കിട്ടുന്നതനുസരിച്ച്, ഞാൻ കാണുന്നതിനനുസരിച്ച് ഞാൻ മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഓക്കെ, ഇവർക്കിത് അയച്ചില്ലല്ലോ, നമ്മുടെ ഏത് കോയിനാണ് അല്ല ഏത് കറൻസിയിലാണ് ട്രേഡ് ചെയ്യണമെന്ന് അയച്ചിട്ടില്ല. ഇവിടേക്ക് എത്തിയില്ല, റെസിസ്റ്റൻസിലേക്ക് എത്തിയിട്ടില്ല. വെയിറ്റ് ചെയ്യും. നമുക്ക് ബിനോമിൻ്റെ ട്രേഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കോട്ടക്സിൻ്റെ ട്രേഡിംഗ് ഉണ്ട്. ഓക്കെ, കോട്ടക്സ് ഉണ്ട്, ബിനോമി ഉണ്ട്. പിന്നെ കോട്ടക്സിന് അഡ്വാൻസ് സിഗ്നൽസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അഡ്വാൻസ് സിഗ്നൽസിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല എപ്പോഴാണോ നല്ല എന്താ പറയുക നല്ല ഫ്ലക്ച്വേഷനൊന്നും അധികം ഇല്ലാതെ നല്ലൊരു മാർക്കറ്റായിരിക്കും മാത്രമേ സിഗ്നൽസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ തോന്നിയ പോലെ വലിച്ചു വാരിയിടുന്ന ഇല്ല അങ്ങനെ ആ ഗ്രൂപ്പിൽ കേട്ടോ. ഇവർക്ക് ഇവിടെ ഡൗണിലേക്ക് കൊടുത്തേക്കാം. അല്ല, ഡൗണിലേക്ക് കൊടുക്കണ്ട, ഡൗണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയല്ല. ഇവിടെ ഇതുണ്ടോ, ഡൗണിലേക്ക് അപ്പിലേക്ക് കൊടുക്കാം, അപ്പിലേക്ക് കൊടുക്കാം. അപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നല്ലൊരു ഹൈ ആയിട്ടുള്ള ഒരു എന്താ സെല്ലിങ് പ്രഷർ ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഞാൻ അവിടെ സെല്ല് കൊടുത്തിട്ടില്ല. ഞാൻ അവിടെ സെല്ലല്ല കൊടുത്തത്, ഞാനവിടെ കൊടുത്തതെന്തറിയോ, ബൈ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജിയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി വരുന്ന നമ്മൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ, ഇപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് നിർത്തി വെച്ചേക്കാണ്. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സുകൾ മുസ്ലിം സുഹൃത്തുക്കളാണ്, അവർക്ക് നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട്, പണമിടപാടായിട്ടും ട്രേഡിംഗ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവരുടെ ഇടയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ല അങ്ങനെ ഒരു ഇതുണ്ടാവാതിരിക്കും, അവർക്കും ക്ലാസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ക്ലാസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾക്കും നോമ്പാണ്, ഞാൻ ഇതാണ്, ഞങ്ങൾക്ക് നോമ്പുണ്ട്, അങ്ങനെ നടക്കുന്നു. ഓക്കെ, കണ്ടോ? ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കട്ടെ, മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട, നമ്മളെല്ലാവരും മനുഷ്യരാണ്, അത്രയേ ഉള്ളൂ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എടുത്തു പറയുമ്പോൾ പറയണ്ടേ എന്നുള്ളതിലാണ്, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നല്ല റിജക്ഷൻ വന്നു, പക്ഷെ കണ്ടോ മാർക്കറ്റ് പോണ കണ്ടോ? ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ INR കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കളിക്കണം എന്നുള്ളത്. ഓരോ പെയറിനും ഓരോ സ്വഭാവമുണ്ട്, അപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവമില്ലേ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ നിൽക്കുക. ഇപ്പം എത്ര കൊടുത്തു, 1 സിഗ്നൽ കൊടുത്തു, ഓക്കെ, 2 കൊടുത്തു, അത് ലോസായിപ്പോയി, 3 വിന്ന്, 4 വിന്ന്. ഓക്കെ, അപ്പോൾ 4 അല്ലേ, 4/3 ഇങ്ങനെയല്ല എഴുതുക. പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതുക എന്ന് വെച്ചാൽ 4 വിന്നും 4 സിഗ്നൽ കൊടുത്തു, അതിൽ 3 സിഗ്നൽ വിന്നായി. ജസ്റ്റ് എന്നിട്ട് നമുക്കിത് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ പോട്ടെ, നമ്മളിവിടെ 4 സിഗ്നൽ കൊടുത്തു, 1 ലോസായി. ടൈം എത്രയായിരുന്നു? 8 PM. സാധാരണ 8 PM നമുക്ക് മറ്റേ എന്താ പറയുക, മറ്റേ പണ്ടില്ലായിരുന്നു കേട്ടോ. പണ്ടെന്ന് വെച്ചാൽ ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല, പിന്നെ മാറ്റിയതാണ്. ഇപ്പോൾ 8 PM ഉണ്ട്. ഓക്കെ, ഇതാണ് അയച്ചു, ഒരു ഇരിക്കട്ടെ, ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാകുന്നില്ലേ? അപ്പോൾ നമ്മുടെ VIP ഗ്രൂപ്പിൽ എന്താ നടക്കണേന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ക്ലിയറായിട്ട് നിങ്ങൾ വളരെ ക്ലാരിറ്റിയോടെ കൂടി കണ്ടോ. സിഗ്നൽ കൊടുത്തു, ലോസ് ഉണ്ടോ? ലോസ് ഉണ്ട്. അത് റിക്കവർ ആക്കുന്നുണ്ടോ? റിക്കവർ ആക്കുന്നുണ്ട്. പ്രോഫിറ്റിലാണോ എൻഡ് ചെയ്യണേ? ആ പ്രോഫിറ്റിലാണ് എൻഡ് ചെയ്യണത്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത് ആ എടുക്കുന്നതിൻ്റെ സ്പീഡ് വരുത്തുക. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, സ്ക്രീൻഷോട്ടും കാര്യങ്ങളും പ്രോഫിറ്റിൻ്റെ കാര്യമൊക്കെ. പക്ഷേ എനിക്കത് കാണിക്കാൻ പറ്റുന്നത് വെച്ചാൽ പ്രൈവസീൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ സ്ക്രീൻഷോട്ട് എൻ്റെ ഗ്രൂപ്പിൽ നിറച്ചുവിടായിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നും പണ്ടൊക്കെ ഇടുക എന്നുള്ളത് ഇപ്പോൾ എല്ലാ പരിപാടിയും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താല്പര്യമുള്ളവർ ദയവ് ചെയ്തിട്ട് പഠിക്കാനുള്ളത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഞാൻ യൂട്യൂബ് ചാനൽ, നമ്മുടെ മായ ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുകയാണ്, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ആർക്കെങ്കിലും തോന്നുകയാണ് നമ്മുടെ VIP ഗ്രൂപ്പിൽ ഒന്ന് ചേർന്നാൽ അല്ലെങ്കിൽ ഒന്ന് ചേരാം, നോക്കാം, എങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് മാത്രം VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു ക്യാഷ് ഇടപാടും ഇല്ല. ഓക്കെ, ഒരു പെയ്ഡ് സർവീസ് ഇല്ല, ഒരു എന്താ പറയുക, ഒരു ടിപ്പ് ആൻഡ് ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നില്ല, ഒന്നുമില്ല. ഇത് ഫുൾ എഡ്യൂക്കേഷൻ ഇതിൻ്റെയാണ്. എല്ലാം ഫ്രീ ആണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഡെമോ അക്കൗണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോളുക. ഓക്കെ, താങ്ക് യു.